ഇന്ന് പതിപോലെ കൈച്ചൂണ്ടിടാൻ നമ്മുടെ മുട്ടോളം ഉയരത്തിൽ കാട് വളർന്നു കിടക്കുന്ന ഒരു പറമ്പ് കഴിയണമായിരുന്നു നമുക്ക് ചൂണ്ടിടുന്നിടത്തേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു നമുക്കൊരു തേങ്ങ കിട്ടിയ തേങ്ങയെ വീട്ടിൽ കറിക്ക് ആവശ്യത്തിനായി കൊടുക്കാനായി മറ്റാരും കാണാത്ത രീതിയിൽ പുല്ലിന്റെ മറവിൽ മറച്ചു വെച്ചിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചൂണ്ടിടുന്ന സ്ഥലത്ത് നമ്മൾ എത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു പണി കിട്ടിയത്. നമ്മൾ വൈറ്റായി യൂസ് ചെയ്യാനായി വീട്ടിൽ നിന്ന് കുറച്ച് മണ്ണിര എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒന്ന് കവർ തുറന്നു നോക്കിയപ്പോൾ അതുങ്ങളെയാണെങ്കിൽ കാണാനുമില്ല. പിന്നീട് നമ്മൾ ഒട്ടും താമസിക്കാതെ തന്നെ മണ്ണിരയെ പിടിക്കാനായി ഒരു കമ്പും കഷ്ണം എടുത്ത് ഒരു കുഴി തോണ്ടി തുടങ്ങി. അങ്ങനെ കുഴി തോണ്ടി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള മണ്ണിരയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയ മണ്ണിരയെ ഹുക്കിൽ കൊരുത്തെടുത്ത് ചൂണ്ടിയിടൽ ആരംഭിച്ചതും ആദ്യം നമുക്ക് കിട്ടിയത് ഒരു കരിപ്പിടിയായിരുന്നു. കിട്ടിയ മീൻ തീരെ ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ഹുക്കിൽ നിന്ന് ഒരു തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് രണ്ടാമതായി ഒരു കരിപ്പിടിയെ കിട്ടി. അവൻ അത്യാവശ്യം വറുക്കാനുള്ള പരിവമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവനെ കവറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ കവറിലാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് നമുക്ക് അടുത്ത കരിപ്പിടിയെ കിട്ടി. ഇന്നെന്താണെന്നറിയില്ല, അധികം ലാഗില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 2 പച്ചവിട്ടലിനെ ഹുക്കിൽ സെറ്റ് ചെയ്ത് നമ്മൾ വെട്ട് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കൊരു വരാലിനെയാണ് കിട്ടിയത്. കിട്ടിയ മീനിന്റെ ഒരു മീഡിയം വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മീനിനെ കിട്ടി കുറച്ചു നേരം അവന്റെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അവനെ നേരെ കവറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത മീൻ കിട്ടിയത് ഒരു കാരിയാണ്. ഇവിടെയൊക്കെ കാരി, കടുവെന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവനായിരുന്നു നമുക്ക് ഇന്ന് അവസാനമായി കിട്ടിയ മീൻ. ഇന്ന് ചൂണ്ടിടാൻ പോയതിൽ നമുക്ക് ഇത്രയും മീനുകളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.